ഹായ്. അപ്പോൾ ഇന്ന് റിപ്പയറിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഇത്തരം കംപ്ലയിൻസ് നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാറുണ്ടാവും. ഇങ്ങനെ കംപ്ലയിൻസ് കിട്ടുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമുക്ക് തീർക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം. ചാർജിങ്ങിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാർജിങ്ങിൻ്റെ ആ ഒരു കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് യാതൊരു അനക്കവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ വേറൊരു കേബിൾ കൂടി ഒന്ന് മാറ്റി കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ബാറ്ററിയിൽ ചാർജ് ഉണ്ട്. ബാറ്ററിയിലെ ചാർജ് ഒക്കെ ചെക്ക് ചെയ്ത് വെച്ചതാണ്. ബാറ്ററിയിൽ ചാർജ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോൾ ചാർജ് ഇതിൽ എന്ത് ചെയ്യുന്നില്ല, കയറുന്നതായിട്ട് കാണുന്നില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ പവർ സപ്ലൈ മീറ്ററിൽ വരുന്ന ഒരു ചാർജർ ഉണ്ട്, അതൊന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് കറണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ അറിയാൻ പറ്റും. പിന്നെ ആ 0.43 എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു പവർ സപ്ലൈ മീറ്റർ കണക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് കൊടുത്തു നോക്കാം. കണ്ടോ, 0.1 ഇതന്നെ. അതിലെന്താണ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആണ്. നമുക്ക് അതവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. വോൾട്ടേജ് തന്നെ വേരിയേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ 0.1 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പവർ സപ്ലൈ മീറ്ററിൽ കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വോൾട്ടേജ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തുതരാം, സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ സെക്ഷന് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്ററിൽ നമുക്ക് ജസ്റ്റ് എത്രയാണ് വോൾട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ മൾട്ടിമീറ്ററോടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മൾട്ടിമീറ്ററിൽ നമുക്ക് എത്രയാണ് വോൾട്ട് വരുന്നത് നമുക്ക് ശരിക്ക് നോക്കി നോക്കാം. ഓരോ കമ്പോണൻസിലും എത്രയാണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, മൾട്ടിമീറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാനുണ്ട്. ഈ ഒരു ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലക്ച്വേഷൻ ആണ്. 0.6 വോൾട്ടൊക്കെ വരുന്നുണ്ട്. അടുത്ത ലൈന് അതേ സെയിം ലൈനിൽ തന്നെയാണ്. അത് മറ്റൊരു ലൈന് നോക്കി നോക്കാം. ഈ ഒരു ലൈനിലാണെങ്കിൽ 0.1 സംതിങ് വന്നു പോകുന്നുണ്ട്. ഈ ഒരു ലൈനിൽ നോക്കുകയാണെങ്കിൽ 0.9 സംതിങ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 സംതിങ് 1.8 ആ ലെവലിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1.6 ആ ലെവലിൽ. ഇതിന് വലിയൊരു ഫ്ലക്ച്വേഷൻ ഇല്ല, ചെറിയ രീതിയിലാണ് ഫ്ലക്ച്വേഷൻ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഇതിൻ്റെ ബാറ്ററി കൗണ്ടറിൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ബാറ്ററി കൗണ്ടറിലെ വോൾട്ട് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ബാറ്ററി കൗണ്ടറിൽ നമുക്ക് ജസ്റ്റ് 0.598 ആ ഒരു ലെവലിൽ വരുന്നുള്ളൂ. കാരണം ഈ ഒരു മോഡലിലൊക്കെ തന്നെ ബാറ്ററി ഡിറ്റക്റ്റ് ആകുമ്പോഴാണ് കറക്റ്റ് ആ ഒരു 4 വോൾട്ട് പ്രൊഡ്യൂസ് ആവുള്ളൂ. അതേപോലെ തന്നെ ഇനി ഇതിൽ നമുക്ക് VPH പവർ എവിടെയെങ്കിലും 4 വോൾട്ട് സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, 4.3 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് VPH പവർ കംപ്ലീറ്റ് ഓക്കെയാണ്. VPH കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് തന്നെ നമുക്ക് ഒരു വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ VPH പവറിലല്ല ഇഷ്യൂ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലക്ച്വേഷൻ കാര്യങ്ങൾ ശരിക്കും ഈ ഒരു ഫോണിൽ വരുന്നത് ഇതിൻ്റെ EMMC ഡാമേജ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ EMMC റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഒന്ന് ഫാസ്റ്റായിട്ട് EMMC ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ EMMC കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ മറ്റൊരു സംഭവം കാണാൻ നമുക്ക് EMMC നമുക്ക് കിട്ടുമ്പോൾ തന്നെ എങ്ങനെയായിരുന്നു, ഇതിന് മുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷീൽഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കട്ടർ കുടുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഓൾറെഡി തരുമ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കംപ്ലയിൻറ്റ് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. EMMC ഡാമേജ് മൂലം ഇങ്ങനെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ EMMC ഒന്ന് റിമൂവ് ചെയ്യാം.
അതുപോലെ തന്നെ ഇപ്പോൾ EMMC ഇതിലുള്ള ഈ ഒരു സമയത്ത് നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുമ്പോൾ സിസ്റ്റവുമായിട്ട് ഈ ഒരു ഫോൺ കണക്റ്റ് ആവുന്നുമില്ല. നമുക്ക് EMMC റിമൂവ് ചെയ്തിട്ട് ഇനി ചാർജ് എടുക്കുന്നുണ്ടോ, സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ EMMC നമ്മൾ നൈസായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുത്ത ബോളുകളൊന്നും ഷോർട്ട് ആവരുത്. കാരണം EMMC ഒരു തവണ റീബോൾ ചെയ്തിട്ടാണ് ഇത് ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീബോളിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഷോർട്ട് ആവാതെ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ച് അതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ EMMC റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കൂളാവണം. കൂളായതിനു ശേഷം നമുക്ക് വോൾട്ടേജ് ഒന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബോർഡ് ഏകദേശം കൂളായിട്ടുണ്ട്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കേബിള് കാര്യങ്ങളൊക്കെ കൊടുക്കാം, ബാറ്ററി കണക്ട് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ചാർജർ കൊടുത്ത് നോക്കാം. ചാർജറിൽ നിന്ന് ആംപിയർ കറക്റ്റ് എടുക്കുന്നുണ്ടോ നോക്കാം. ആദ്യം നമുക്ക് ചാർജറിനാണ് കൊടുക്കുന്നത്, കൊടുത്ത് നോക്കാം. ചാർജറിന് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ആ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ പവർ സപ്ലൈ മീറ്ററിന് കൊടുക്കുകയാണ്. പവർ സപ്ലൈ മീറ്ററിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാം. പവർ സപ്ലൈന്ന് കൊടുത്തപ്പോൾ ഇപ്പോൾ വോൾട്ടേജ് സ്റ്റേബിൾ ആണ്, ജസ്റ്റ് 0.62. അത് ആ ഒരു വേരിയേഷൻ വരുന്നത് ഇവിടെ ഈ ഒരു കേബിൾ കണക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് 5.8 എടുക്കും. നേരത്തെ വേരിയേഷൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വോൾട്ടേജ് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ജസ്റ്റ് മൾട്ടിമീറ്ററിൽ ശ്രദ്ധിക്കുക. നമുക്ക് ആ ഒരു വോൾട്ടേജ് കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, അറിയണം ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വോൾട്ടേജുകൾ നോക്കാം. ഈ ഒരു കമ്പോണൻറ്റ് 0.8 വോൾട്ട് കറക്റ്റ് സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, വീണ്ടും കോയിൽ നോക്കാം. കോയിലും സ്റ്റേബിളാണ്. ഇപ്പുറത്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വോൾട്ട് ഇല്ല ഈ ഒരു ലൈനിൽ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ട് ഇല്ല, ഇതിലും വോൾട്ട് ഇല്ല. ഓക്കെ, അതിൽ വോൾട്ട് ഇല്ലാത്തതല്ല, നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് മാറിയതാണ്. അപ്പോൾ ഇതിൽ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ 1.3 ഉണ്ട്, ഇതിൽ വോൾട്ട് ഉണ്ട്, ഇതിൽ വോൾട്ട് ഉണ്ട്, എല്ലാം സ്റ്റേബിളാണ്. ഇതിൽ വോൾട്ട് ഉണ്ട്, കംപ്ലീറ്റ് വോൾട്ട്. ഇനി ഇവിടെ ഒരു വോൾട്ട് ഉണ്ട്, അതും സ്റ്റേബിളാണ്. അതുപോലെ തന്നെ ഈ ഒരു 3 കോയിൽസ്, ഇതിൽ ഈ ഒരു കോയിൽ ഈ ഒരു ലൈനാണ്, അതിലും നമുക്ക് വോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 കോയിൽ ഒരേ ലൈനാണ്, ആ കോയിൽ ഇരിക്കുന്നത് ഈ ഒരു കപ്പാസിറ്ററിലാണ്, അതിലും നമുക്ക് വോൾട്ട് ഉണ്ട്. അപ്പോൾ പവർ ഐസിൻ്റെ A to Z വോൾട്ടുകൾ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പവർ ഐസിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ശരിക്ക് പ്രശ്നക്കാരന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു EMMC IC ആണ് ശരിക്ക് ഇവിടെ പ്രശ്നം. ഈ EMMCക്ക് ഇന്റേണൽ ഡാമേജുകൾ വരുമ്പോഴാണ് ഇതുപോലെ കംപ്ലൈൻറ്റ് വരിക. പിന്നെ പോരാത്തതിന് ഇവിടെ ബ്ലേഡ് തട്ടിയിട്ടുണ്ട്, പക്ഷെ ബ്ലേഡ് ഉള്ളിലോട്ടൊന്നും പോയതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് ഒന്നുകിൽ ഷീൽഡ് എടുക്കാൻ വേണ്ടി ഹീറ്റ് അടിച്ചപ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ഇതിന് ഡാമേജ് വന്നിട്ടാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഈ ഒരു ഡാമേജ് ഉണ്ടാവാം, ഓട്ടോമാറ്റിക്കലി വന്നതായിരിക്കും ചെയ്യാം. അപ്പോൾ ഈ ഒരു EMMC ആണ് ഇതിൽ ശരിക്കും ഡാമേജ് വന്നിട്ടുള്ളത്. ഇനി ഇത് സിസ്റ്റവുമായിട്ട് കണക്ട് ആവുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സിസ്റ്റവുമായിട്ടൊന്ന് കണക്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം ചുമ്മാ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കേബിളുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവർ എടുത്തു, കണ്ടല്ലോ, Qualcomm HSUSB QD ലോഡർ ഡ്രൈവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPU ഓക്കെയാണ്. CPU ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലാകെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ EMMCക്ക് മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻറ്റ്സ് പലപ്പോഴും വരും. അപ്പോൾ ഈ ഒരു ഫോണിലാണെങ്കിലും ഈ ഒരു ഫോൺ നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു IC വേറെ IC നമ്മൾ എന്ത് ചെയ്യണം, റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. അല്ലാതെ ഈ ഒരു IC നമുക്ക് റിപ്പയറബിൾ അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ബോർഡിൽ വേറെ എവിടെയോ ഷോർട്ടോ കാര്യങ്ങളോ വേറെ ഒരു ഡാമേജ് ഇല്ല നമുക്ക് ഇതിൽ നിന്ന് കൺഫേം ആക്കി പറയാൻ കഴിയും. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ്, ഈ ഒരു രീതിയിലുള്ള ഈ ഒരു പ്രശ്നം ഒരുപാട് ഫോണുകളിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇതുപോലെ വേരിയേഷൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.